ഇപ്പോൾ ജേക്ക് സി തോമസ് കൂടി ചേരുകയാണ്. ജേക്ക്, ഞാൻ ഏറ്റവും അവസാനം പറഞ്ഞ നിലയിൽ തന്നെ സസ്പെൻഷൻ എന്ന ഒറ്റ വരി വാർത്താ സമ്മേളനമാണ് രാഹുൽ മാങ്കുടലിനെതിരെ കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ള നടപടി. അതിന് പിന്നാലെ പ്രവർത്തനത്തിൽ സജീവമായി നിൽക്കുന്നു, പ്രചാരണത്തിൽ സജീവമായി നിൽക്കുന്നു, സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതടക്കം രാഹുലാണ്. അപ്പോഴും പല കോൺഗ്രസ് നേതാക്കളും പറഞ്ഞു പരാതിയില്ല, പരാതിക്കാരി എവിടെ, സർക്കാർ നടപടി സ്വീകരിക്കട്ടെ, കേസെടുക്കട്ടെ എന്നൊക്കെ. ഇതാ കോൺഗ്രസിന്റെ എല്ലാ പ്രതിരോധങ്ങളും പൊളിയുകയാണ്. അതിലുപരി ഇരയാക്കപ്പെട്ട ഒരു സ്ത്രീ സധൈര്യം മുന്നോട്ട് വന്ന ഒരു വേട്ടക്കാരനെതിരെ, സമൂഹത്തിൽ വളരെ മാന്യതയുടെ മുഖമുള്ള ഒരാൾക്കെതിരെ പരാതി കൂടി നൽകുകയാണ് ജേക്ക്. തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ നമ്മൾ കാണേണ്ടത് കേരളത്തിന്റെ പൊതു സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള ക്രിമിനൽ സെക്ഷൽ പെർവേർട്ടുകളായിട്ടുള്ള ആളുകൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും ഉള്ളതായിട്ട് നമ്മളോട് ചരിത്രം പറയുന്നില്ല. ഇതിനോട് സമീകരിക്കാൻ കഴിയുന്നതോ താരതമ്യം ചെയ്യാൻ കഴിയുന്നതോ ആയിട്ടുള്ള ഒരു വ്യക്തിത്വങ്ങളും ഇന്ന് വരെ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ മാത്രമല്ല സാമുദായിക പ്രസ്ഥാനങ്ങളതോ സാമൂഹ്യ പ്രസ്ഥാനങ്ങളതോ എവിടെയും ഉള്ളതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് സാമൂഹ്യ ബഹിഷ്കരണത്തിന് ഇരയാക്കുകയാണ്, സംഘടിത സാമൂഹ്യ ബഹിഷ്കരണത്തിന് ഇരയാക്കുകയാണ് ഇത്തരം ആളുകളെ വേണ്ടത്. അവിടെ നിർഭാഗ്യവശാൽ അങ്ങ് സൂചിപ്പിച്ചതുപോലെ നമ്മൾ കാണുന്നത് എന്താണ്? അദ്ദേഹത്തെ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, അദ്ദേഹത്തിന്റെ സമുന്നത പദവി അലങ്കരിക്കുന്ന ആളുകൾ, ഇപ്പൊ കണ്ണൂർ പാർലമെന്റ് മെമ്പർ, KPCCയുടെ മുൻ പ്രസിഡന്റ് ആയിരുന്നു, അദ്ദേഹം മുതൽ ഇദ്ദേഹത്തിന്റെ പണം വാങ്ങിയിട്ടായിരിക്കാം, നക്കാപ്പിച്ച വാങ്ങിയിട്ട് സാമൂഹ്യ മാധ്യമങ്ങൾ ഇദ്ദേഹത്തിന് വേണ്ടി PR പണി ചെയ്യുന്ന അടിമ സംഘം, ആ അടിമ സംഘത്തെയും നാണിപ്പിക്കുന്ന താല്പര്യത്തോടുകൂടെ അപൂർവം ചില ചലച്ചിത്ര നടിമാരെന്ന് അവകാശപ്പെടുന്ന ചില ആളുകൾ, ഇവരൊക്കെയാണ് ഈ സെക്ഷൽ പെർവേർട്ടിനെ നമ്മുടെ സാമൂഹ്യ മധ്യത്തിൽ വീണ്ടും അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. നമ്മൾ കാണേണ്ടത് എന്താണ്? ഇവർ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തിൽ, അല്ലെങ്കിൽ ഇവർ പ്രവർത്തിക്കുന്ന പ്രവർത്തന മണ്ഡലങ്ങളിൽ, ഇവരുടെ കുടുംബത്തിൽ ഒരു സാധാരണക്കാരിയായ പെൺകുട്ടിക്ക് നേരെ ഇത്തരം ഒരു അനുഭവം ഉണ്ടായാൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് ഇനിയും ഞങ്ങൾ ഇവരോടൊപ്പം, ഇതാണോ ഇവർ സ്വീകരിക്കാൻ സാധ്യതയുള്ള സമീപനം? ഇതാണോ ഇവർ സ്വീകരിക്കാൻ സാധ്യതയുള്ള ഒരു പ്രതികരണം? നമ്മളെ നാട് ഇത് ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതായിട്ടുണ്ട്.